നമസ്കാരം. മാധ്യമ ലോകത്തെ ആകർഷിച്ച 4 പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 4ഉം പത്രപ്രവർത്തന ചരിത്രമാണ്. മാധ്യമപ്രവർത്തനം വെറും ഒരു കാപ്പിക്കടയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാലത്ത് ഈ പുസ്തകങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം വലിയ രീതിയിൽ പ്രയോജനപ്പെടും. ഒന്നും അറിയാതെ മാധ്യമങ്ങളെ കണ്ണും പൂട്ടി എതിർക്കുന്ന മാധ്യമ വിമർശകരുടെ ഭാവിക്കും ഇവ ഉപകാരപ്പെടും. ഉള്ളം നീറി കടഞ്ഞെടുത്ത അക്ഷരങ്ങളും വാക്കുകളും വാർത്തകളായി മാറിയ ചരിത്രം തിരിച്ചറിയുമ്പോഴാണ് കുറെ കൂടി ആത്മാർത്ഥതയോടെയും പ്രതിബദ്ധതയോടെയും ജോലി ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയുന്നത്. ഭരണാധികാര ഹുങ്കിന് നേരെ ശരിയുടെ പക്ഷം ചേർന്ന് ആദർശത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിചയ തീർത്ത മുൻകാല പത്രപ്രവർത്തകർ, അവർ ഏറ്റെടുത്ത വെല്ലുവിളികൾ എല്ലാം ഈ രചനകൾ കാട്ടിത്തരും. കല്ലിലും മുള്ളിലും ചവിട്ടി നടന്ന് അവർ ജീവനും ജീവിതവും ഹോമിച്ച് നേടിയെടുത്ത സൗഭാഗ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു നീങ്ങുന്നത് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടും ഗുണകരമാകും. കൊല്ലത്ത് നിന്ന് SK നായരുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച് 1.5 പതിറ്റാണ്ടോളം നമ്മുടെ സാഹിത്യ ലോകത്ത് വേരൂന്നി പടർന്നു നിന്ന മലയാള നാടിൻ്റെ കഥ പറയുകയാണ് മലയാള നാട് സ്മരണകളിൽ സുവർണരേഖ എന്ന ഈ പുസ്തകം. പ്രമുഖ പത്രപ്രവർത്തകനും കഥാകാരനും വിവർത്തകനും സിനിമാ പ്രവർത്തകനുമായ PK ശ്രീനിവാസനാണ് പുസ്തകത്തിന്റെ രചയിതാവ്. മലയാള നാടിന്റെ പത്രാധിപ സമിതി അംഗമായിരുന്ന ശ്രീനിവാസൻ തൊട്ടറിഞ്ഞതും അടുത്തറിഞ്ഞതുമായ ചരിത്ര പരിസരത്തെയാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത്. ഓരോ അധ്യായത്തിലും അത്ഭുതവും ആദരവും വിരിയിക്കുന്ന ഈ പുസ്തകം മലയാള നാടിന്റെ മാത്രമല്ല, വിഖ്യാതരായ നമ്മുടെ പല എഴുത്തുകാരുടെയും ആത്മകഥകളുടെ ഏടുകൂടിയാണ്. ചെന്നൈ കേന്ദ്രമായ ബ്ലേസ് മീഡിയ ആണ് മലയാള നാട് സ്മരണകളിൽ സുവർണരേഖ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ കിതപ്പിന്റെയും കുതിപ്പിന്റെയും കഥ പറയുന്ന വിജ്ഞാന ശേഖരമാണ് നവാസ് പൂനൂർ എഴുതിയ ചന്ദ്രികയുടെ ചരിത്രം. വെറുമൊരു രാഷ്ട്രീയ ദിനപത്രം എന്നതിനപ്പുറം സമുദായത്തിന്റെ വീണ്ടെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ചന്ദ്രികയുടെ ആവിർഭാവം. പത്രങ്ങളുടെ പിറവിയെക്കുറിച്ചുള്ള ഹ്രസ്വ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന പുസ്തകം ചന്ദ്രികയുടെയും ഒപ്പം കേരളത്തിൻ്റെയും സൂക്ഷ്മവും വിശദവുമായ വിവരണമാണ്. ചന്ദ്രികയിൽ പത്രപ്രവർത്തനം തുടങ്ങി പത്രാധിപർ വരെയായി വളർന്ന് പത്രത്തിന്റെ വരികളിലും വരികൾക്കിടയിലും സജീവ സാന്നിധ്യമായി നിന്ന പത്രപ്രവർത്തകനാണ് നവാസ് പൂനൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഗവേഷണ സാമർഥ്യവും പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലെങ്ങും കാണാനാവും. നവതി പിന്നിട്ട ചന്ദ്രികയുടെ ചരിത്രം വായനക്കാരും വിമർശകരും വർഗീയതയുടെ വൈതാളികന്മാരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കോഴിക്കോട് കേന്ദ്രമായ ഒലിവ് ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. വഴികാട്ടിയ കനൽ, ഒരു പത്രം, കാലത്തിന്റെ കാവലാളായ കഥ എന്ന ഈ പുസ്തകത്തിന്റെ എഡിറ്റർ മാധ്യമരംഗത്ത് ഏറെ അനുഭവ സമ്പത്തുള്ള കവിയും കഥാകാരനും കൂടിയായ ബാബു വെളപ്പായയാണ്. തൃശൂർ എക്സ്പ്രസ് എന്നും മലയാളം എക്സ്പ്രസ് എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന എക്സ്പ്രസ് ദിനപത്രത്തിന്റെ അസാധാരണമായ വളർച്ചയുടെയും വിളർച്ചയുടെയും കഥയാണിത്. നിരവധി പ്രമുഖരുടെ എക്സ്പ്രസ് അനുഭവങ്ങളാണ് ബാബു വായനക്കാർക്കായി സ്വരുക്കൂട്ടിയിട്ടുള്ളത്. ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എക്സ്പ്രസ് ഒരു സ്ഥാപനം എന്നതിലുപരി ഒരു പ്രസ്ഥാനമായിരുന്നു എന്നതിൻ്റെ നേർരേഖകളാണ് ഇതിലെ ഓരോ കുറിപ്പുകളും. ജനങ്ങളുടെ ശബ്ദമായി നിലനിൽക്കുകയും അതിനായി അടരാടുകയും ചെയ്ത എക്സ്പ്രസ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും പത്രലോകത്തും മലയാള ഭാഷയുടെ വളർച്ചയിലും ഉണ്ടാക്കിയ ചലനങ്ങൾ താരതമ്യങ്ങളില്ലാത്തതായിരുന്നു. മുഖം നോക്കാതെയും കക്ഷി രാഷ്ട്രീയം നോക്കാതെയും എക്സ്പ്രസ് എടുത്ത നിലപാടുകൾ, പത്രത്തിന്റെ എഡിറ്റോറിയലുകൾ, ഇവയെല്ലാം നാടിന്റെ പുരോഗതിക്കും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും നേരെ പിടിച്ച കണ്ണാടി കൂടിയായിരുന്നുവെന്ന് അനുഭവസ്ഥർ അനുസ്മരിക്കുന്നു. എക്സ്പ്രസ് വഴികാട്ടിയ കനൽ എന്ന തലക്കെട്ടിൽ പത്രത്തിന്റെ കഥ പറയുന്ന ബാബു വെളപ്പായയുടെ ആദ്യ ലേഖനം തന്നെ കാമ്പും കരുത്തുമുള്ളതാണ്. തുടർന്ന് പത്രത്തെ തൊട്ടറിഞ്ഞവരിലൂടെയുള്ള ഉള്ളടക്കത്തിന് വേണ്ടത്ര സമഗ്രതയും ആധികാരികതയും സൃഷ്ടിക്കാനും എഡിറ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി ആസ്ഥാനമായുള്ള പ്രണത ബുക്സ് ആണ് പ്രസാധകർ. വൃത്താന്തവൃത്തം,
മധ്യ കേരളത്തിലെ പത്രവിശേഷങ്ങൾ എന്ന ഈ പുസ്തകം പത്രപ്രവർത്തന ചരിത്ര പുസ്തകങ്ങളിൽ എന്തുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ 3 പതിറ്റാണ്ടിലേറെ മാതൃഭൂമിയിലും എക്സ്പ്രസിലുമായി സാന്നിധ്യം അറിയിച്ച തൃശൂർക്കാരൻ CA കൃഷ്ണനാണ് പുസ്തകത്തിന്റെ രചയിതാവ്. പത്രലോകത്ത് ഉന്നത സ്ഥാനം അലങ്കരിച്ചവരെങ്കിലും പിൽക്കാലത്ത് വിസ്മൃതിയിലായ മഹാരഥന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുസ്തകം കൂടിയാണ് ഇത്. പത്രലോകത്ത് ഉന്നതിയിൽ വിരാജിക്കുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്ത കുറേയേറെ പത്രങ്ങളുടെ ചുവരെഴുത്തുകളെ വീണ്ടെടുക്കുന്ന സർഗപ്രക്രിയ കൂടി CA കൃഷ്ണൻ നിർവഹിക്കുന്നുണ്ട്. കേരളത്തിൽ അഗ്നിയായി പടരുകയും ജ്വാലയായി പ്രകാശിക്കുകയും അകാലത്തിൽ അണയുകയും ചെയ്തവരുടെ നാൾ വഴികൾ ഒരു ചരിത്ര അന്വേഷിയുടെ ഗൗരവത്തോടെ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. മലയാളികൾ ഒരിക്കലും കേൾക്കാത്ത പത്രാധിപ ശ്രേഷ്ഠന്മാരുടെ കഠിനാധ്വാനത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ഈറനണിയും. അതോടൊപ്പം തൃശൂർ പ്രസ് ക്ലബിന്റെ ഉദയവും വളർച്ചയും അതിനായി യത്നിച്ചവരുടെ കഥകളും ഒരു രജതരേഖയായി വരികൾക്കിടയിലെല്ലാം വിളങ്ങി നിൽക്കുന്നുണ്ട്. അതാകട്ടെ തൃശൂരിന്റെ അക്ഷര ചരിത്രം കൂടിയാണ്. പുതിയകാല മാധ്യമ പ്രവർത്തനത്തിന്റെ നീതികളും രീതികളും ഉൾക്കൊള്ളാനാവാതെ സ്വയം പത്രപ്രവർത്തനത്തിൽ നിന്ന് വിട ചൊല്ലിയ CA കൃഷ്ണൻ ആ തീരുമാനത്തിലെത്തിയത് എന്തുകൊണ്ട് എന്നും വൃത്താന്ത വൃത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്.